ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പശുക്കുട്ടിക്ക് ഇവിടുത്തെ ഒരു വർക്കർ, അദ്ദേഹം തായ്ലൻഡ് വർക്കർ പാല് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിലെ അഗ്രികൾച്ചർ ടെക്നോളജി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇസ്രായേലിലെ കാറ്റിൽ ഫാമിങ്, അതുപോലെ തന്നെ പശു വളർത്തൽ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വളരെ ലളിതമായ രീതിയിൽ പ്രൊഡക്ഷനും നടത്തുകയും വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുകയും മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇസ്രായേലിൽ ഉപയോഗിച്ച് വരുന്നത്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഒരു വാഹനം ഇങ്ങനെ പോകുന്നതുണ്ടോ, അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വൃത്തിയായി കിടക്കുന്നുണ്ടോ സ്പേസ്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുക. ഇത് കണ്ടോ, ഇവിടെ പശുക്കളെല്ലാം അതിനോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ വേസ്റ്റ് വരും. ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് മൊത്തം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ആ വേസ്റ്റ് വരുന്നത് ആ വണ്ടി ഉപയോഗിച്ചിട്ടാണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പുതിയ ഭക്ഷണം അല്ലെങ്കിൽ പുതിയ ഫീഡ് ഇവിടെ അതേ വാഹനം വെച്ച് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതുണ്ട് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന കണ്ടില്ലേ, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടോ. കറക്റ്റ് സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഫുഡ് സപ്ലൈ ചെയ്യുന്ന വാഹനമാണിത്. കണ്ടോ, ഇത് വളരെ ചെറിയ പശുക്കളായതുകൊണ്ട് അല്ലെങ്കിൽ കിടാക്കളായതുകൊണ്ട് അതിന് വളരെ ഫീഡ് കുറച്ച് മതി. നേരെ ഓപ്പോസിറ്റായിട്ട് വലിയ പശുക്കളാണുള്ളത്, അതുകൊണ്ട് തന്നെ അതിന് ഫീഡ് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അതിനനുസരിച്ചാണ് ഈ ഒരു സ്ഥലം ഡിസൈൻ ചെയ്തിട്ടുള്ളതും ആ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ടെക്നോളജി ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതിനും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും പശുക്കൾക്ക് ഫീഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാൻ പവർ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഈ കൂടിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പശു പുറത്തേക്ക് തലയിട്ട് നിൽക്കുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ ഇപ്പുറത്തൊരു കൂടി ഞാൻ കാണിച്ചിടാം. ഇത് കണ്ടോ, ഇത് കറക്റ്റ് പശുവിന് തലയിടാനുള്ള ആ ഒരു ഏരിയ. രാത്രി സമയങ്ങളിൽ അധികം ഫീഡ് കൊടുക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ജീവികളോ അല്ലെങ്കിൽ പട്ടിയോ ഒക്കെ വന്ന് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് ഈ കൂട് ലോക്കിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങോട്ട് വെച്ചിട്ട് ഈ സംഭവം എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ കൂട് ലോക്കായി. ഇത് ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുവിന് തല പുറത്തേക്ക് ഇടേണ്ട ആവശ്യം വരില്ല, അല്ലെങ്കിൽ ഇടാനായിട്ട് പറ്റത്തില്ല. ഈ ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യാനുസരണം പശുവിന് തല പുറത്തേക്കിട്ട് അതിന് ഫീഡ് എടുക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ക്ലൈമറ്റ് വളരെ കുറച്ച് സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഓട്ടം ക്ലൈമറ്റ് അല്ലെങ്കിൽ വസന്തകാലം എന്നൊക്കെ പറയുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം ചൂടും തണുപ്പുമാണ് ഭയങ്കരമായിട്ട്. അതിൽ നിന്ന് ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ കന്നുകാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫാനുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് വളരെ കുറച്ച് ഫാൻ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. എന്നാൽ എന്താ കണ്ടോ, ഇതുപോലത്തെ വലിയ ഫാനുകളാണ് ഇവിടെ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. അത് കോമൺ ആയിട്ട് ഇസ്രായേലിലെ എല്ലാ ഫാമുകളിലും നമുക്ക് ഇതുപോലത്തെ വലിയ ഫാനുകൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മോട്ടർ കറങ്ങുന്നുണ്ടോ, ഈ മോട്ടർ കറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഈ ഒരു റോപ്പ് ഇതിനകത്ത് ഇങ്ങനെ റോളാവുന്നത് കാണാം. ആ റോപ്പ് റോളാവുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തിൽ ഏറ്റവും എൻഡിലാണ് ഇതിൻ്റെ സ്ലറി കളക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റൊക്കെ പോയി വീഴുന്ന ആ ഒരു പിറ്റുള്ളത്. അതിനൊരു മെക്കാനിക്കൽ ടൈപ്പ് വൈപ്പറാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ആ വൈപ്പർ ഇപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. വൈപ്പർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ കാണിച്ചു തരാം വൈപ്പർ വരുന്നത് എങ്ങനെയാണ്. അടുത്ത അവിടെ ഒരു മോട്ടർ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിരുന്നില്ലേ, അതായത് ഈ സ്ലറി അല്ലെങ്കിൽ ചാണകമൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആ മോട്ടർ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു മെഷീനറിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്തു നിന്നാണ് ഇതിന് 2 എൻഡുണ്ട്. ഇപ്പോൾ മോട്ടർ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാധനത്തിനെ. ഇത് അങ്ങേ അറ്റത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിൽ, ഈ നടുക്കുള്ള പോർഷൻ, റെയിൽ പോലെയുള്ള ആ പോർഷൻ വികസിപ്പിക്കുകയും തിരിച്ചതാ ഈ എൻഡിൽ നിന്ന് അങ്ങോട്ട് വലിക്കും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പുഷ് പുൾ ടെക്നോളജിയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു ഏരിയ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടെക്നോളജി ഇല്ലേ, ആ ഒരു പുഷ് പുൾ ടെക്നോളജി അങ്ങോട്ട് പോകുന്ന സമയത്ത് വലിക്കുകയും ഓപ്പോസിറ്റ് പോകുന്ന സമയത്ത് അതിനെ വലിച്ചുകൊണ്ട് പോവുകയും ആ വൈപ്പർ വെച്ചിട്ട് ഇത് ഫുള്ള് ക്ലീനാക്കി കൊണ്ടുപോവുകയാണ്.
ഇത് എൻഡിൽ അങ്ങേയറ്റത്തെ പിറ്റുണ്ട്, ആ പിറ്റിലേക്ക് കൊണ്ടുപോയിടുന്നു. പിറ്റിൽ നിന്നത് പമ്പ് ചെയ്തതിന് ശേഷം അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഫാമിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്കാണ് കന്നുകാലികൾ ഉപയോഗിക്കുന്നത്. ഒന്ന് തീർച്ചയായിട്ടും പാലുൽപാദനത്തിന് വേണ്ടിയിട്ട്, രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോട്ടറിങ്ങിന്, അഥവാ ഇവരുടെ ആവശ്യം അല്ലെങ്കിൽ പാലിൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഉള്ള പശുക്കളെയും അതുപോലെ തന്നെ കാളകളെയും അല്ലെങ്കിൽ മൂരികളെയൊക്കെ ഇവർ സ്ലോട്ടറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു, കട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവിടെ തന്നെ മീറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതുപോലത്തെ നല്ല കുട്ടികളെ ഉണ്ടാക്കുന്നു, കന്നും കുട്ടികളെ ഉണ്ടാക്കുന്നു. അത് മറ്റേത് സ്ലോട്ടർ ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഇതിനെ ഇവിടെ റീപ്ലേസ് ചെയ്ത് ഉപയോഗിച്ച് വരുന്നു. ഫാനിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കാലാവസ്ഥയെ അതിജീവിക്കാനായിട്ട് ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചെറിയ പശുക്കുട്ടികൾക്കൊക്കെ തണുപ്പ് സമയത്ത് പാടായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഹീറ്റർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫീഡ് പോലെ തന്നെ ഇതിന് വെള്ളം കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ സപ്ലൈ വലിയൊരു കാര്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറു ടാങ്കുകൾ വെച്ചിട്ടുണ്ട്. എല്ലാ ഫാമുകളുടെയും നടുക്കായിട്ട് ഇതുപോലത്തെ ചെറിയ ടാങ്കുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതുപോലെ ഇവിടുന്ന് വാട്ടർ സപ്ലൈ, കോമൺ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ കൊടുക്കുകയാണ്. അത് ഒരു സമയമുണ്ട്, ആ ഒരു സമയം അനുസരിച്ച് കൃത്യമായിട്ട് ക്രമീകരിച്ച് അതിലൂടെ സപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇസ്രായേലിലെ കാറ്റിൽ ഫാമുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഫീഡില്ലേ, ഈ ഫീഡ് പല ഘട്ടത്തിലുള്ള കന്നുകാലികൾക്ക് വ്യത്യാസം ഉണ്ടാകും. ചെറുതും വലുതുമായിട്ട് കൊടുക്കുന്നതിന് ഏറ്റവും ചെറുതിന് പല്ലറ്റായിരിക്കും കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ ഘട്ടത്തിനനുസരിച്ചുള്ള തീറ്റകളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ തീറ്റകളെല്ലാം തന്നെ ഇവിടെ തന്നെ ഈ ഫാമിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫാമുകളും അഗ്രികൾച്ചർ ഫീൽഡിൽ തന്നെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. സോ അവിടെ നിന്ന് തന്നെ കിട്ടുന്ന ഗോതമ്പിൻ്റെ ഓലകളും അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ധാന്യവും അതുപോലെ തന്നെ അവിടെ തന്നെ വളർത്തുന്ന പുല്ലും ഒക്കെ വെച്ചിട്ടാണ് ഇതിനുള്ള ഫീഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പല്ലറ്റുകളാണെങ്കിലും അതെ. അപ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും കിട്ടും, പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് ഫാമിന് ആവശ്യമുള്ള വളവും കിട്ടും, പശുവിനുള്ള ഭക്ഷണം അഥവാ ഈ ഫീഡ് ഫാമിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫാമിനോടനുബന്ധിച്ച് തന്നെ ഉള്ള തീറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് വളർത്തുന്ന ഒരു ഫീൽഡാണ് ഈ കാണുന്നത്. അതിന് നേരെ സൈഡിലായിട്ട് നമുക്ക് ഇവരുടെ ധാന്യപ്പുര കാണാം, അഥവാ ഇതിനാവശ്യമുള്ള ഭക്ഷണം ഫീഡ് കളക്ട് ചെയ്ത് വയ്ക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റാണിത്. ഇതിനകത്ത് നമുക്കിവിടെ പല്ലറ്റുകൾ കാണാം, അതുപോലെ തന്നെ ചോളത്തിൻ്റെ പൊടി കാണാം, ഗോതമ്പിൽ നിന്നുണ്ടാക്കുന്ന തീറ്റ കാണാം, ഗോതമ്പിൻ്റെ പൊടി കാണാം, അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ ഓല കൊണ്ടുള്ള കെട്ടിയായിട്ട് വെച്ചിട്ടുള്ള അട്ടികൾ നമുക്കിവിടെ കാണാം. ഈ ഒരു കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ 2 മെഷീനറികൾ നമുക്ക് കാണാം. ഇത് തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ തീറ്റ ഉണ്ടാക്കുന്ന ഫീഡ് പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ട വൈക്കോലിൻ്റെ കെട്ടുകളില്ലേ, ആ കെട്ടുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ രീതിയിലേക്ക് മാറ്റി വെക്കുന്ന മെഷീനുകളാണിത്. ഇപ്പുറത്ത് കാണുന്ന മെഷീനിലാണ് വൈക്കോലുകൾ കട്ട് ചെയ്ത് പൊടിയാക്കി ഫീഡ് രൂപത്തിലാക്കുന്ന മെഷീൻ. ഇതിലൂടെ കടത്തി വിട്ടതാ ഇതിലൂടെ വന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ ടെക്നോളജി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് അറിയില്ല കേട്ടോ. കാര്യം ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ വൈപ്പർ യൂണിറ്റ് ഇല്ലേ, അത് അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ലറി ടാങ്ക്. ഈ ടാങ്കിൽ ഘടിപ്പിച്ചിട്ടുള്ള വലിയ ഓസുണ്ട്. ഈ ഓസിൻ്റെ എൻ്റെ ഇവിടെ ഓപ്പണാണ് ഇപ്പം. ഇത് ടാങ്കറുകളിൻ്റെ ഘടിപ്പിച്ചിട്ടുള്ള വലിയ വാക്വം പമ്പുണ്ട്. ആ വാക്വം പമ്പുകളിൽ ഘടിപ്പിച്ച് ആ വാക്വം പമ്പിൻ്റെ സഹായത്തോടുകൂടി സക്ഷൻ ടാങ്കറുകളിൽ നിറച്ച് അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ എന്ത് ആക്ടിവിറ്റിക്കാണ് ഉപയോഗിക്കുന്നത് ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെയുള്ള തായ്ലൻഡിയ ആയിട്ടുള്ള ഗോപാലകൻ അഥവാ ഇവിടുത്തെ ഫാമിൻ്റെ വർക്കർ കറക്കാനായിട്ട് പശുവിനെ പാല് കറക്കാനായിട്ട് കൊണ്ടുപോകുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ യൂണിറ്റില്ലേ, ഇവിടെയാണ് പശുക്കളെ കറക്കുന്നത്. ഇവിടെ ആ തായ്ലൻഡിയ ആയിട്ടുള്ള
സുഹൃത്ത് പശുവിൻ്റെ അകിടുകൾ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അതൊരു തരം പ്രത്യേകതരം ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അകിടുകൾ ക്ലീൻ ചെയ്തത്. ശേഷം അദ്ദേഹം പാല് കറക്കാനുള്ള ആ ഒരു മെഷീൻ അകിടുകളിലേക്ക് ഘടിപ്പിക്കുന്ന രംഗമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അതാ അത് ഘടിപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ ഓരോ പശുവിൻ്റെയും അകിടുകളിലേക്ക് ഇതുപോലെ മെഷീൻ ഘടിപ്പിച്ച് കൊടുക്കുകയാണ്. ശേഷം ഓരോ പശുവിൻ്റെയും കറവ കഴിയുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈഡ്രോളിക് ഡോറുണ്ട്. ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോറാണ്. ഈ ഡോറ് തുറന്നതിന് ശേഷം പശു വീണ്ടും ഫാമിലേക്ക് ഈ വഴിയാണ് തിരിച്ചു പോകുന്നത്. അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ മൊത്തം ചാണകം തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ, ഓരോ പശുക്കളും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, 100 കണക്കിന് പശുക്കളാണ് അവിടെ അടുത്ത കറവയ്ക്കുള്ള ഊഴവും കാത്തു നിൽക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഹോൾസ്റ്റിൻ, ജേഴ്സി തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട പശുക്കളെയാണ് ഇസ്രായേലിലെ ഫാമുകളിൽ കൂടുതലായിട്ടും വളർത്തുന്നത്. അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല, അതാത് സമയത്ത് കൃത്യം ആയിട്ടുള്ള ഫീഡ് മാത്രം കൊടുത്താൽ മതി. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം ഈ പശുക്കൾക്കില്ല എന്നുള്ളത് കൂടിയാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ വാട്ടർ സപ്ലൈ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ 1 HP 2 HP പമ്പുകൾ വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാമുകളൊക്കെ വലിയ വിജയമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബീഫിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നത് പശുവിൻ്റെയും കാളയുടെയൊക്കെ ഇറച്ചി കഴിക്കാനായിട്ട്. ബീഫ് എന്നൊരു കൺസെപ്റ്റ് പോലും ഇവരുടെ മെനുവിലില്ല സത്യത്തിൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വലിയ രീതിയിലുള്ള സക്സസ് ആണ് കർഷകർക്ക് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഇവിടെ അഗ്രികൾച്ചർ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പൈസ സമ്പാദിക്കുകയും വലിയ രീതിയിലുള്ള മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകളുമാണ്. അത് നമ്മുടെ നാട്ടിൽ പല ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവിടെ പശുവിനെ ആരും ഗോമാതാവായിട്ട് കാണുന്നില്ല. ഇവിടുത്തെ പശു ദൈവമൊന്നുമല്ല. ഇവിടുത്തെ പശു പാല് ഉപയോഗിക്കുന്നതിനും അത്യാവശ്യം മനുഷ്യൻ ഇറച്ചിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജീവി മാത്രമാണ്. അതുകൊണ്ടും കൂടി ആയിരിക്കാം കറവ കഴിഞ്ഞ പശുക്കൾ പുറത്തേക്ക് പോകുന്നുണ്ടോ. നേരത്തെ നമ്മൾ ആ പറഞ്ഞ ഹൈഡ്രോളിക് ഡോറ് തുറന്ന് ഓരോരോ പശുക്കളായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഈ ഡോർ അടഞ്ഞിരിക്കുന്നു. അടുത്ത അപ്പുറത്തെ ഹൈഡ്രോളിക് ഡോറ് തുറന്ന് പുതിയ ബാച്ച് പശുക്കൾ കറവയ്ക്കായിട്ട് വരികയാണിപ്പോൾ. ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ കണ്ടോ. പശുവിന് ശരിക്കും നടക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ എൻഡിൽ കഴിയുമ്പോൾ വരുന്നൊരു മാറ്റം കണ്ടോ കേട്ടോ. ഡെയിലി ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ടാണ് ആ പശു കറക്റ്റായിട്ട് ചരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. എങ്ങനെയാണോ അതിൻ്റെ അകിടിലേക്ക് ആ ഒരു മെഷീൻ കണക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് അത് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പുറത്ത് നേരത്തെ നിർത്തിയിട്ടുള്ള ബാച്ചിൽ പശുക്കളുടെ അകിടിൽ നിന്നും പാല് മെഷീൻ വഴി ചുരത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന മിൽക്ക് കളക്ഷൻ യൂണിറ്റ് ഇല്ലേ, ഇവിടെ കളക്ട് ചെയ്യുന്ന മിൽക്ക് ഈ കാണുന്ന ട്യൂബുകളിലൂടെ എടുത്ത് ഇപ്പുറത്തേക്ക് കാണുന്ന ടാങ്കിൽ, ഈ ടാങ്കുകളിലാണ് സംരക്ഷിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ സംഭരിച്ചു വെക്കുന്നത്. ശേഷം അതാത് ദിവസത്തെ കളക്ഷൻ ടാങ്കറുകൾ വന്നതിന് ശേഷം ഈ കാണുന്ന ഔട്ട്ലെറ്റ് പൈപ്പിൽ ടാങ്കറിൻ്റെ ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്ത് പമ്പുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ്. പ്രാവശ്യവും കറവ കഴിഞ്ഞതിന് ശേഷം ആ നിപ്പിളുകൾ ക്ലീൻ ചെയ്ത് വെക്കുന്നത് കാണാം. ഇസ്രായേലിലെ കാറ്റിൽ ഫാമിൻ്റെ രീതികളും പശുപരിപാലനവും ഒക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.